നമുക്കെല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ഒരു പവർ ലിഫ്റ്റർ എന്നുള്ള നിലയിൽ എനിക്ക് അതിലേറെ ഒരു വിഷമമുണ്ട്. ഒരു പെൺകുട്ടി 17 വയസ്സുള്ള ഒരു പെൺകുട്ടി നോർത്ത് ഇന്ത്യയിലുള്ളതാണ്. സ്ക്വാട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ബാറ് മേത്തുകൂടി വീണ് ദാരുണമായ ഒരു അന്ത്യമാണ് കുട്ടിക്കുണ്ടായത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് സ്ട്രെങ്തനിങ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ പവർ ലിഫ്റ്റിങ്ങിലോട്ടോ എന്ത് സ്പോർട്സിലോട്ടോ ഇറങ്ങുമ്പോഴേ നമ്മുടെ ബോഡി, മസിൽസ്, ടെൻഡൻ എന്നിവയുള്ള എല്ലാ സംഭവങ്ങളും ബേസിക് കണ്ടീഷനിങ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ സ്പോർട്സിലോട്ടോ അത്ലറ്റിലോട്ടോ കോമ്പറ്റീഷനിലോട്ടോ ഒക്കെ തിരിയാവുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഇഞ്ചറി, മരണം വരെ സംഭവിക്കാമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ഇഞ്ചറി ഞാൻ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഇതുപോലെയുള്ളത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജോയിൻറ്റിനും അതുപോലെ തന്നെ മസിൽസിന് ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും വേണ്ടത്ര വേണം. അല്ലാതെ നമ്മൾ ലിഫ്റ്റിംഗ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഇഞ്ചുറിയിലേ അവസാനിക്കും. ഒരുപാട് പിള്ളേർ ഇതുപോലെ തുടങ്ങി ഇതുപോലെയാണ് അവസാനം. ഞാനും തുടക്കകാലത്തിൽ എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളെങ്കിലും നേരെ ചൊവ്വേ ഫ്ലെക്സിബിലിറ്റി സ്ട്രെങ്തനിങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റ്സ് കെയർ ചെയ്യാനായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുക. പ്രോട്ടീൻ മാത്രം കഴിച്ച് നമുക്ക് മസിൽ ഉണ്ടാക്കി വെച്ച് ലാസ്റ്റ് അത് ലിഗമെൻറ്റും ടെൻഡിനൊക്കെ പൊട്ടിപ്പ് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, കോർ മസിൽസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുക. ഓക്കെ.